സഡനായിട്ട് കുഞ്ഞ് മരിക്കുന്നു. കാരണങ്ങളില്ല എന്താണെന്നുള്ളത്. നമ്മൾ രാത്രിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഇങ്ങനത്തെ പിള്ളേർ, ഇങ്ങനത്തെ കൊച്ചുങ്ങൾ കിടത്തിയിട്ട് പാല് കൊടുക്കുമ്പോൾ ആ പാല് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉണർന്നിട്ടുണ്ടാവും. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ മയങ്ങും, കുഞ്ഞിത് വലിച്ചെടുക്കും. എൻ്റെ പേര് ഡോക്ടർ സച്ചിദാനന്ദ കമ്മൽ, കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ, ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കടവന്ത്ര. സാധാരണഗതിയിൽ നമുക്കിപ്പോൾ കേൾക്കാം സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം എന്ന്, ഇല്ലെങ്കിൽ സഡനായിട്ട് കുഞ്ഞ് മരിക്കുന്നു, കാരണങ്ങളില്ല എന്താണെന്നുള്ളത്. എല്ലാം പർട്ടിക്കുലറായിട്ട് പോകുന്നു, എല്ലാം കറക്റ്റായിട്ട് ചെക്കപ്പിന് പോകുന്നു, 2 മാസത്തിലെല്ലാം മറ്റേ വാക്സിനേഷൻ എടുക്കുന്നു, 1.5 മാസത്തിലും 2.5 മാസത്തിലുമൊക്കെ. എന്നാൽ പോലും പെട്ടെന്നൊരു ദിവസം കുഞ്ഞ് മരിക്കുക രാത്രിയിൽ. ഇത് സാധാരണ സംഭവിക്കണം മിക്കവാറും എല്ലാം രാത്രികളിലാണ്. 2 റീസൺസ് പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾക്കാണ് എനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം. ആർക്കും ഇതൊരു 100% പ്രൂവ് ചെയ്തിട്ടുള്ള കാരണങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷേ അതിന് നമ്മൾ പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവായി കിട്ടാനായിട്ടുള്ളതാണ് പല പഠനങ്ങളും പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രീ ടേം ബേബീസിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രീ ടേം ബേബീസിനെ സക്കിങ്ങും സോളോയിങ്ങും റിഫ്ലെക്സ് പെർഫെക്റ്റ് ആവണത് ടേം കഴിയുമ്പോഴാണ്. അപ്പോൾ പ്രീ ടേം ബേബീസിന് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് സക്ക് ചെയ്യണം ആദ്യം ബ്രസ്റ്റ്, പിന്നെ സോളോ ചെയ്യണം. ഈ സക്ക് ചെയ്ത് സോളോ ചെയ്താൽ മാത്രമേ അത് വയറിൻ്റെ അകത്തേക്ക് എത്തുള്ളൂ. സക്ക് ചെയ്തിട്ട് പാൽ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ശേഷമാണ് ശ്വാസം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അന്നനാളിയിലേക്കല്ല പോണേ, അത് നമ്മുടെ റെസ്പിറേറ്ററി ട്രെക്കിയിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ശ്വാസം എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേ വശം തുറന്ന് ഇരിക്കത്തില്ല. അതാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ സക്കിങ്ങും ഈ സോളോയിങ്ങും കുറവുള്ളത് സാധാരണ പ്രീ ടേം, അതൊരു കാരണങ്ങളാവാം. രണ്ടാമത്തത്, നമ്മൾ രാത്രിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഇങ്ങനത്തെ പിള്ളേർ, ഇങ്ങനത്തെ കൊച്ചുങ്ങൾ കിടത്തിയിട്ട് പാല് കൊടുക്കുമ്പോൾ ആ പാല് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉണർന്നിട്ടുണ്ടാവും. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ മയങ്ങും, കുഞ്ഞിത് വലിച്ചെടുക്കും. വലിച്ചെടുത്തെടുത്തിട്ട് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അധികം സാധാരണഗതിയിൽ ടേം ബേബിയും കുറച്ച് പ്രായമുള്ള കുറച്ച് മാസങ്ങൾ തികഞ്ഞാണെങ്കിൽ അവർ ചുമയ്ക്കും, ചോക്കിംഗ് എന്ന് പറയും. പാല് അന്നനാളിക്ക് പകരം ശ്വാസകോശത്തിലേക്ക് പോകണമെങ്കിൽ അപ്പം തന്നെ നമുക്കത് എടുക്കാനായിട്ടുള്ളതിന് വേണ്ടിയിട്ട് ചുമയ്ക്കും. അതാണ് ചോക്കിംഗ് എന്ന് പറഞ്ഞത്. അങ്ങനെ സംഭവിക്കും. നമ്മൾ ഈ പ്രീ ടേമും മറ്റൊരാരും ചുമയ്ക്കുകയോ അത് സംഭവിക്കുകയും നമ്മൾ നോക്കുമ്പോഴേക്കും അത് ശ്വാസ നാളിയിലേക്ക് പോയി, ശ്വാസകോശത്തിലേക്കും പോയി, അത് സഡനായിട്ട് അതിനുള്ള ശ്വാസം കിട്ടാണ്ട് സഡൻ ഇൻഫൻറ്റ് ഡെത്തായിട്ട് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഈ നമുക്കതിൻ്റെ കോസ് 100% പറയാറായിട്ടില്ല. പക്ഷേ നമ്മൾ പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ ഇതിന് പറ്റും. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.